സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയഭാരതി അമ്മ പ്രിയങ്കയുടെ തലങ്ങും വിലങ്ങോട്ടി തല്ലുക. മര്യാദക്ക് നീ സത്യം പറഞ്ഞോ? നിനക്കെന്താടി പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ? സത്യം പറയണ നീ. ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ലേടി നിനക്ക്? അങ്ങനെയാണെങ്കിൽ നീ സത്യം പറയുന്നത് പറഞ്ഞ് ഞാനിങ്ങനെ തല്ലിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം നീണ്ടു പോയാലും കുഴപ്പമില്ല, നേരം പുലർന്നാലും ഞാൻ തല്ലുന്നത് നിർത്താനൊന്നും പോകുന്നില്ലടി. അങ്ങനെ പറഞ്ഞ് ജയഭാരതി വീണ്ടും വീണ്ടും പ്രിയങ്കയെ തല്ലിക്കൂട്ടുവാണ്. അന്നേരം പ്രിയങ്ക വേദന സഹിക്കാനാവാതെ പറയുക, അയ്യോ ഇനി എന്നെ തല്ലല്ലേ, ഞാൻ പറയാം, എല്ലാം പറയാം. എൻ്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല. ഞാനും മുത്തശ്ശിയും കൂടി എല്ലാവരെയും പറ്റിക്കാനായിട്ട് ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്ന് പറഞ്ഞ് നാടകം കളിക്കുമായിരുന്നു. ഇവിടെ കണിമംഗലത്ത് തിരിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നാടകം കളിച്ചത്. അങ്ങനെ പ്രിയങ്കയുടെ ഏറ്റുപറച്ചിൽ കേട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്ടോ പരമേശ്വരനും സുകുമാരിയും പത്മിനിയും കൽപ്പനയും ഉർവശിയൊക്കെ. അന്നേരം അവളെല്ലാ സത്യങ്ങളും തുറന്നു പറയുമ്പോഴേക്കും മരണും രാധയൊക്കെ സൂര്യക്കൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ്. ഈ സമയം ജയഭാരതി ചോദിക്കണേ, കേട്ടില്ലേ പരമേശ്വര, ഇവളുകളുടെ മുത്തശ്ശിയും കൂടി നടത്തിയ നാടകമായിരുന്നു എല്ലാം. എന്താ നിനക്കിന് തീരുമാനിക്കാനുള്ളത്? നിൻ്റെ തീരുമാനം എന്താ ഇവറ്റകളെ രണ്ടുപേരെയും ചെയ്യേണ്ടത്? അന്നേരം പരമേശ്വരൻ പറയണേ, എന്നാലും സുകുമാരി, നിങ്ങൾ ഇത്രയും വലിയൊരു ദ്രോഹം തന്നെയാണല്ലോ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തത്. നിങ്ങൾ നശിപ്പിച്ചതേ ഞങ്ങളുടെ കുടുംബത്തെ മാത്രമല്ല, നിങ്ങളുടെ കൊച്ചുമോളുടെ ജീവിതവും കൂടിയാണ്. ആദ്യം അവൾ ഗർഭിണിയാണെന്നുള്ള കള്ളക്കഥ പറഞ്ഞു, പിന്നീട് ബുദ്ധിസ്ഥിരതയൊക്കെയുള്ള ഇവൾക്ക് ബുദ്ധിസ്ഥിരത ഇല്ല എന്നുള്ള കള്ളം പറഞ്ഞു. എന്തിനാണ് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? ഇപ്പം ഈ നിമിഷം രണ്ടുപേരും പടി കടന്ന് പൊക്കോണം. ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. അന്നേരം പത്മിനി പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് പറയാനാണ്, നീ ഇവിടെ ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്ന് പറഞ്ഞ് നിന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, നിൻ്റെ അടുത്തേക്ക് വരാൻ എല്ലാവരും മടിച്ചപ്പോൾ ഞാനാ നിൻ്റെ അരികിലേക്ക് വന്നതും നിനക്ക് ഭക്ഷണം വാരി തന്നതൊക്കെ. എന്നിട്ടും നീ ഇതുപോലുള്ളൊരു ദ്രോഹമാണല്ലോ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തത്. ഈ കൈ കൊണ്ട് തന്നെയാണല്ലോ നിനക്ക് ഭക്ഷണം വാരി തന്നത്. അപ്പോൾ ഇതേ കൈ കൊണ്ട് തന്നെ നിന്നെ ശിക്ഷിക്കാനും എനിക്കറിയാം. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയുടെ കാരണത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ്ടോ പത്മിനി. അത് കണ്ട് തുള്ളിച്ചാടി നിൽക്കുവാണ് വരണം സൂര്യയ്ക്ക്. ഈ സമയം പരമേശ്വരൻ പറയണേ, രാധിക മോളെ രണ്ടിനെയും പിടിച്ച് വെളിയിലാക്ക്. അന്നേരം രാധിക ഡോറൊക്കെ തുറന്നിട്ട് പറയണേ, രണ്ടും ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണം, ഇനിയൊരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ച് വന്നേക്കരുത്. അന്നേരം പ്രിയങ്ക കരഞ്ഞുകൊണ്ട് പരമേശ്വരൻ്റെ അരികിലെത്തുക. അച്ഛാ, ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞേക്കല്ലേ, ഞാൻ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഒരു മൂലക്ക് എന്തെങ്കിലും കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ തന്നെ ജീവിച്ച് പൊക്കോളാം. അത് കേൾക്കുന്നതും ജയഭാരതി അമ്മ പറയണേ, ഓ നീ കിട്ടുന്നതൊക്കെ വാങ്ങിച്ച് ഇവിടെ തന്നെ അങ്ങ് നിന്നോളാം അല്ലേ, എന്നാൽ പിന്നെ കാത്തു നിൽക്കണ്ട, ഇപ്പം തന്നെ ചൂടോടെ അങ്ങ് മേടിച്ചോ എന്നും പറഞ്ഞ് വീണ്ടും ചൂരലുകൊണ്ട് രണ്ടിനെയും തല്ലുവാണ്. അങ്ങനെ ചൂരലടി സഹിക്കാനാവാതെ രണ്ടുപേരും ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുക. അയ്യോ തലല്ലേ എന്നൊക്കെ പറഞ്ഞ് സുകുമാരിയാണെങ്കിൽ വിളിച്ച് കൂന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ടിനെ അടിച്ചടിച്ച് പുറത്തേക്ക് ഇറക്കുവാണ്. ഈ സമയം പ്രേക പിന്നാലെ മുമ്പ് എങ്ങോട്ടോ ഓടുന്നുണ്ട്. പിന്നീട് സുകുമാരിനെ തല്ലി തല്ലി പുറത്താക്കി ഗേറ്റ് വരെ ആക്കുവാണ്. അങ്ങനെ അവിടെ നിന്ന് സുകുമാരിയും ജീവനും കൊണ്ട് ഓടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം അതെല്ലാം കണ്ട് ചിരി കിടക്കാനാവാതെ നിൽക്കുവാണ് വരുണും രാധികയും സൂര്യയൊക്കെയും. ഈ സമയം പരമേശ്വരൻ പറയണേ, അമ്മ എന്താണെങ്കിലും ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇങ്ങനോട് തീരുമാനം എടുത്തു കാരണോ നമുക്ക് ഇപ്പോഴെങ്കിലും സത്യങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ട് പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ നമ്മളെ വീണ്ടും പൊട്ടന്മാരാക്കി അവരിവിടെ തന്നെ സുഖിച്ചങ്ങ് വാഴില്ലായിരുന്നോ? അന്നേരം ജയഭാരതിയമ്മ പറയണേ, എടാ എൻ്റെ ഈ മക്കളുടെ ജീവിതം ഇതുപോലെ ഇവറ്റകളെയൊക്കെ കയറ്റി തകർക്കാനായിട്ട് ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവർക്ക് വേണ്ടി ഈ മുത്തശ്ശി എന്ത് വേണമെങ്കിലും ചെയ്യും അല്ലടാ, പിന്നല്ലാതെ എൻ്റെ മുത്തശ്ശി സൂപ്പറല്ലേ എന്നും പറഞ്ഞ് വരുൺ മുത്തശ്ശിനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മയൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം സൂര്യ ചോദിക്കണേ, അല്ല സുകുമാരി മുത്തശ്ശി മാത്രമല്ലേ ഗേറ്റ് വഴി പുറത്തേക്ക് പോയുള്ളൂ, പ്രിയങ്ക പോകുന്നത് കണ്ടില്ലല്ലോ, അവൾ എങ്ങോട്ട് പോയി? അന്നേരം ജയഭാരതി അമ്മ പറയണേ, മിക്കവാറും അവൾ ഇവിടെ എവിടെയെങ്കിലും പതുങ്ങി നിൽക്കുന്നുണ്ടാവും. മക്കളെ നിങ്ങളെല്ലാവരും കൂടി ഇവിടെ എല്ലാം ഒന്ന് നോക്കിക്കാം, എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കുന്നുണ്ടെങ്കിലേ ഇന്നവൾ എൻ്റെ കയ്യിൽ നിന്നിയും വാങ്ങും. അങ്ങനെ സൂര്യയും വരുണും രാധികയും അവിടെ എല്ലാം ചുറ്റും നോക്കുവാണ്. അങ്ങനെ ഒരു ഗേറ്റിൻ്റെ അവിടെ പുറത്തുമൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം കൽപ്പന പറയണേ, എന്നാലും എൻ്റെ അച്ഛ അവർ എന്തൊരു കള്ളക്കളിയാണ് ഇവിടെ ചെയ്ത് കൂട്ടിയത്. ഇത്രയും നാളും എല്ലാവരും പറഞ്ഞ് പറ്റിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറയാമല്ലോ, ആ ചൂരൽ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളും അവളെ ശരിക്കും ഒന്ന് തല്ലിക്കൊന്നാനേ. അങ്ങനെ ഉർവശി പറയുന്നുണ്ട്. അത് കേട്ട പരമേശ്വരൻ പറയണേ, അതെ കൽപ്പനെ, ഉർവശി അമ്മ നല്ല കലിപ്പിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഉള്ളത്. വെറുതെ നിങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടിയതിൻ്റെ ബാക്കി വാങ്ങിച്ചു കൂട്ടണ്ട. അത് കേട്ട് അവർ പിന്നീടൊന്നും പറയാതെ മിണ്ടാതെ നിൽക്കുവാണ്. ഈ സമയം വരുണിൻ്റെ അധികം സൂര്യയൊക്കെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അവിടെയെല്ലാം നോക്കി അവിടെയൊന്നും കാണുന്നില്ല. ചിലപ്പോൾ പിൻഭാഗത്തെ ഗേറ്റ് വഴി പുറത്തേക്ക് ഓടിക്കണം. എന്താണെങ്കിലും അവർ ഇപ്പോൾ പോയാൽ പോക്കിന് ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. അല്ല മോനെ, നിനക്ക് സന്തോഷമില്ലേ? അന്നേരം പറയുമ്പോഴേ, പിന്നെ അല്ലാതെ എൻ്റെ കൂടെ എന്തിനും ഇതുപോലൊരു ഫൈറ്റർ മുത്തശ്ശി കൂടെയുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത്? മുത്തശ്ശി എൻ്റെ പൊന്നാണ് എന്നൊക്കെ പറഞ്ഞ് വരുൺ മുത്തശ്ശീനെ ചേർത്ത് പിടിക്കുവാണ്. ഈ സമയം പരമേശ്വരൻ ചോദിക്കണേ, അല്ലമ്മേ ഇനി ഈ വടി അകത്തുകൊണ്ടേ വെക്കുന്നില്ലേ? എന്താണെങ്കിലും ഇത് കയ്യിലുണ്ടായത് ഒരു
ധൈര്യം തന്നെയായിരുന്നു. രണ്ടിനെയും അടിച്ചൊതുക്കി സത്യം പറയിപ്പിക്കാൻ പറ്റിയില്ലേ? എന്താണെങ്കിലും ഇത് കളയണ്ട, ഇനിയും ആവശ്യം വരും. രണ്ടുപേരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട കാരണം ചോദിക്കാനും പറയാനും ആരെങ്കിലും ഇനി കയറി വന്നാലോ? അവർക്കെതിരെ എടുത്തുയർത്താനായിട്ട് ഇതെൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അസോസിയേഷൻകാരോ പോലീസുകാരോ ആരാണെന്ന് വെച്ചാൽ വരട്ടെ, എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. പിന്നീട് കാണിക്കുന്നത് രാധിക ഫോണിൽ ദേവനാരായണനെ വിളിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. അന്നേരം രാധിക പറയണേ, അതെ, പ്രിയങ്കേനെയും മുത്തശ്ശീനെയും ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പുറത്താക്കിയിട്ടുണ്ട്. അവർ മിക്കവാറും ഉടനെ ആറ്റോശ്ശേരിയിലേക്ക് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ശരി മോളെ, അവരിവിടെ വന്നാൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അങ്ങനെ പറഞ്ഞ് ദേവൻ ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം യശോദയോട് പറയണേ കേട്ടോ. അതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുക യശോദ. എൻ്റെ ദൈവമേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനും മാത്രം അമ്മയ്ക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടിയത്? ദേവട്ട, എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. ഇനി ഒരു കാരണവശാലും കണിമംഗലത്തേക്ക് അവരിനി മടങ്ങിപ്പോകാൻ പാടില്ല. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റും. എന്താണെങ്കിലും അവർ തിരിച്ചു വരുമ്പോൾ തന്നെ ആ കാര്യത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് മാത്രമേ അകത്തേക്ക് രണ്ടിനെയും കാറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ രണ്ടും എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോട്ടെ. നമ്മൾ ഇത്രയും നാൾ എന്തൊക്കെ അപമാനം സഹിച്ചു. ഇനിയിപ്പോൾ അമ്മേനെയും മകളെയും അടിച്ചിറക്കി വിട്ട് ദേവനാരായണ തിരുമേനി ഇന്ന് ആളുകൾ പറഞ്ഞാലും അതും കൂടി സഹിക്കാം. അല്ലാതെ നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാ? പിന്നീട് കാണിക്കുന്നത് റൂമിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വരുണനും രാധികനും സൂര്യനും മുത്തശ്ശിനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവർ നാലുപേരും കൂടി സുകുമാരിയും പ്രിയങ്ക അവിടെ നിന്ന് പോയതിൻ്റെ സന്തോഷം ആഹ്ലാദിക്കുവാണ്. സൂര്യ പറയുക, സത്യം പറയല്ലോ മുത്തശ്ശി ചൂരാൾ പ്രയോഗം ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ ശരിക്കും പ്രേതബാധയൊക്കെ ഒഴിപ്പിക്കാനായിട്ട് മന്ത്രവാദികൾ നടത്തുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, അതുപോലെ തോന്നിയത്. മുത്തശ്ശിയും കൊച്ചുമോളും കൂടി ജീവനും കൊണ്ടല്ലേ ഇവിടെ നോടിപ്പോയത്. ഇനി എന്താണെങ്കിലും ഒരു തിരിച്ചുവരവ് ഉണ്ടാകാനൊരു സാധ്യതയില്ല. അന്നേരം രാധിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും തറപ്പിച്ച് പറയാൻ പറ്റില്ല ഏട്ടാ. ഇനി അവർ വരും രണ്ടാളും കൂടി വേറെന്തെങ്കിലും വഴി ആലോചിച്ച് എങ്ങനെ ഇവിടെ കയറാം എന്നുള്ള ആലോചനയിലായിരിക്കും ഇപ്പം തന്നെ. അന്നേരം ജയഭാരതിയമ്മ പറയണേ, ഇനി അവരിങ്ങോട്ട് വരുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. വന്നാലേ ഇതുപോലെ തന്നെ പറഞ്ഞു വിടാൻ എനിക്ക് നല്ലപോലെ അറിയാം. രണ്ടിൻ്റെ പോക്ക് കണ്ടിട്ട് ഇത് അവസാനത്തെ പോക്കാണെന്ന് തോന്നുന്നു. ഇനി ഇങ്ങോട്ടേക്ക് കയറി വരാനുള്ള ധൈര്യമൊന്നും അവർക്കുണ്ടാവില്ല. അഥവാ ഇനി വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ നേരിടുമ്പോൾ അതിന് കേസൊന്നുമില്ല. നിങ്ങൾ ആണുങ്ങൾ നേരിട്ടാലല്ലേ പ്രശ്നമുള്ളൂ. അവർ രണ്ടുപേരും ഇങ്ങോട്ട് വരുമ്പോൾ അവരെ കൈകാര്യം ചെയ്യാൻ ഞാനും അധികം മോളും ഉണ്ട് അല്ലേ മോളെ? പിന്നല്ലാതെ മുത്തശ്ശി കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? നമുക്ക് രണ്ടുപേർക്കും കൂടി രണ്ടിനോടും പൊരുത്തി നിന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ മുത്തശ്ശി. അത് തന്നെ. അന്നേരം വരുൺ വരണേ, അവരിനി അടുത്തതായിട്ട് ഇവിടെ കയറാനുള്ള തന്ത്രം മെനയുന്നത് ആ സിയയുടെയും ഗൗതത്തിൻ്റെ ഒപ്പമായിരിക്കും. എന്തിനു സപ്പോർട്ടായിട്ട് അവർ രണ്ടുപേരും ഉണ്ടല്ലോ. അന്നേരം മുത്തശ്ശി വരണേ, അവരുടെ കാര്യമൊക്കെ നോക്കേണ്ടത് നിങ്ങളാണുങ്ങളാണ് കേട്ടോ. വീടിനകത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾ രണ്ടാളും കൂടി ഏറ്റ്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. നമ്മളെല്ലാവരും കൂടി ഇതുപോലെ ഒറ്റക്കെട്ട് എന്നാലേ നമ്മുടെ കുടുംബത്തെ തകർക്കാനായിട്ട് ഒരു ശക്തിക്കും പറ്റില്ല. എന്താണെങ്കിലും ഇനി അങ്ങോട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ. രണ്ട് പൂതിനകളുടെയും ശല്യം ഇനി ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പത്മിനി എല്ലായിടത്തും ഡോറൊക്കെ ലോക്ക് ചെയ്ത് കിടക്കാൻ തുടങ്ങുവാണ്. ഈ സമയത്തായിരിക്കട്ടോ പുറത്ത് ടാപ്പ് തുറന്ന് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒച്ച കേൾക്കുന്നത്. അങ്ങനെ അത് കേൾക്കുന്നതും പത്മിനി മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് ചെല്ലുവാണ്. അപ്പോഴായിരിക്കും അവിടെ മുറ്റത്തെ ടാപ്പ് തുറന്നു കിടക്കുന്നത് പത്മിനി കാണുന്നത്. ചേടാ, ഇതാരാ തുറന്നിട്ടത്? ഒരാവശ്യത്തിന് തുറന്നു കഴിഞ്ഞാൽ അത് അടക്കാനുള്ള ബോധം പോലും ഇവിടെയുള്ളവർക്കില്ലേ? മിക്കവാറും കൽപ്പന ഉർവശിയോ ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ പറഞ്ഞ് പൈപ്പടക്കാനായിട്ട് പത്മിനി പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ തക്കത്തിന് ചെറികൾക്കിടയിൽ പതുങ്ങി നിന്നിരുന്ന പ്രിയങ്കയുണ്ടല്ലോ, പത്മിനിയുടെ കണ്ണിപ്പെടാതെ പതിയെ അകത്തേക്ക് കയറുവാണ്. അങ്ങനെ പെട്ടെന്ന് ധൃതി പിടിച്ച് അകത്തേക്ക് കയറുന്നതിൻ്റെ ഇടയിൽ അവിടെ വാതിലിനോടെ തന്നെ വീണു പോകുവാണ് കേട്ടോ. വേദന സഹിക്കാനാവാതെ പ്രിയങ്ക പതി ഒച്ചയുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പത്മിനി തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ പത്മിനിയുടെ കണ്ണിപ്പെടാതെ ഹാളിലുള്ള സോഫയുടെ പുറകി വന്ന് മറിഞ്ഞിരിക്കുവാണ്. ഈ സമയം പത്മിനിയാണെങ്കിൽ ആ ടാപ്പൊക്കെ അടച്ചിട്ട് അകത്തേക്ക് വരുവാണ്. എന്നിട്ട് വാതിലൊക്കെ അടച്ച് സോഫേൻ്റെ ഭാഗത്തേക്ക് തന്നെ നോക്കുക. അത് കാണുമ്പോൾ പ്രിയങ്ക, അയ്യോ തന്നെ കൈയോട് പിടികൂടിയോ എന്ന് പറഞ്ഞ് ടെൻഷനിൽ ഭയന്ന് കിടക്കുമായിരിക്കും അവിടെ. ഈ സമയം പത്മിനി ആ സോഫയുടെ അരികിലേക്ക് വരുവാണ്. എന്നിട്ട് അവിടെയുള്ള സ്വിച്ച് ബോർഡിൽ നിന്ന് ലൈറ്റ് ഓഫ് ആക്കുവാണ്. ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം പത്മിനി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ പതിയെ ആ സോഫയുടെ ഇടയിൽ നിന്ന് എണീറ്റ് വന്ന് അവിടെ സോഫയിലിരിക്കുവാണ്. കൈയും കാലും ഒക്കെ വേദന കൊണ്ട് നീര് വന്നിരിക്കുവാണ് പ്രിയങ്കയ്ക്ക്. പിന്നീട് കാണിക്കുന്നത് ദേവനും യശോദയും മുറ്റത്ത് തന്നെ പ്രിയങ്ക സുകുമാരിയും വരുന്നത് കാത്തിരിക്കുക. ദേവേട്ട, അവർ വിളിച്ചു പറഞ്ഞിട്ട് കുറേ നേരമായല്ലോ, രണ്ടുപേരും ഇതുവരെ എത്തിയില്ലല്ലോ. ഇനി മറ്റെക്കൊണ്ടെങ്കിലും പോയിട്ടുണ്ടാകുമോ? അന്നേരം ദേവൻ പറയണേ, കഴിഞ്ഞ തവണയും ഇതുപോലെ ആയിരുന്നല്ലോ, ഇറക്കി വിട്ടിട്ട് കുറേ നേരം എവിടെയൊക്കെ ആയിരുന്നു. ആത്മഹത്യാ ശ്രമം വരെ നടത്തിയില്ലേ? അതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പോയി കാണും. എന്നാലും അവസാനം ഇങ്ങോട്ട് തന്നെയല്ലേ കയറി വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും, നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞ് അവരവിടെ മുറ്റത്ത് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഇതേസമയം സുകുമാരിനെയാണ് കേട്ടോ കാണിക്കുന്നത്. സുകുമാരി അങ്ങനെ ജീവനും കൊണ്ടോടി ആറ്റുവാശ്ശേരിയുടെ പരിസരത്തൊക്കെ എത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ എത്തിയതും തളർന്ന് അവശയായിട്ട് നിൽക്കുവാണ് കേട്ടോ മുത്തശ്ശി. അയ്യോ, എൻ്റെ പ്രിയങ്ക മോള്, അവളെ കാണുന്നില്ലല്ലോ. അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചത്?
അവളൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശി കയ്യിലുള്ള ഫോൺ എടുത്ത് പ്രിയങ്കേനെ വിളിക്കുവാണ്. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ അവിടെ കണിമംഗലത്ത് അടുക്കളയിൽ നിന്ന് അവിടെയുള്ള ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അപ്പോഴായിരിക്കും മുത്തശ്ശിയുടെ ഫോൺ കോൾ കാണുന്നത്. അങ്ങനെ പ്രിയങ്ക വേഗം തന്നെ ഫോൺ എടുക്കണേ. ഹലോ മുത്തശ്ശി, ആ മോളെ നീ ഇതെവിടെയാ? ഞാനിവിടെ കണിമംഗലത്ത് തന്നെയുണ്ട്. നീ അവിടെ ഉണ്ടെന്നോ? അതെ മുത്തശ്ശി, നമ്മളെ തല്ലിയിറക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിവിടെ ചെടികൾക്കിടയിൽ ഒളിച്ചു നിന്നു. മുത്തശ്ശീനെ ഇവിടുത്തെ ആ ജയഭാരതി അമ്മ തല്ലിയിറക്കുന്നത് ഞാൻ കണ്ടതാ. പക്ഷേ എനിക്ക് ഒച്ചയുണ്ടാക്കി ഒന്ന് വിളിക്കാൻ പോലും പറ്റിയില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ മറിഞ്ഞിരിക്കുന്നത് കാര്യം അവർ കണ്ടുപിടിക്കില്ലേ? അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അവരെന്നെ തൂക്കിയെടുത്ത് വെളിയിലെറിയില്ലേ? അത് കാരണം ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ മറിഞ്ഞിരുന്നത്. ഒരു തക്കം കിട്ടിയപ്പോൾ അകത്തേക്ക് കയറി. അല്ല മുത്തശ്ശി ആറ്റുവാശ്ശേരിയിലെത്തിയോ? അങ്ങനെ ചോദിച്ചു നിൽക്കുന്ന പ്രിയങ്കിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ റൂം തുറന്ന് വരുണിൻ്റെ അധികം പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ സോഫയിലെ കാലും കയറ്റി വെച്ചിരിക്കുന്ന പ്രിയങ്കേനെയാണ്. അങ്ങനെ അവിടേക്ക് വീണ്ടും തിരിച്ചു വന്ന പ്രിയങ്കയെ കാണുന്നതും വരുണും രാധികയ്ക്കും അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ. ഡി നീ എങ്ങനെയാടി ഇവിടെ വീട്ടിൽ കയറിയത്? ആരാടി നിനക്ക് വീട് വാതിൽ തുറന്നു തന്നത്? നാണം കെട്ട് ഇവിടെ നിൽക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നടി? നിൻ്റെ എല്ലാ കളക്കളയും പൊളിഞ്ഞില്ലേ? മര്യാദയ്ക്ക് ഇപ്പം ഈ നിമിഷം നീ വീടിൻ്റെ പടിയിറങ്ങി പൊക്കോണം. ഇല്ലെങ്കിലുണ്ടല്ലോ അന്നേരം പ്രിയങ്ക ചോദിക്കണേ. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? ഇന്നലെ പകൽ നിങ്ങളെന്നോട് ചെയ്തതുപോലെ ഇനി ആർക്കെങ്കിലും ചെയ്യാൻ ധൈര്യമുണ്ടോ? എൻ്റെ ദേഹത്ത് ഇനി ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഒക്കത്തിന് ഞാൻ ജയിലിൽ കയറ്റും. പ്രിയങ്ക ഇനി ഇവിടെ തന്നെ കാണും. നിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കാൻ പോകുന്നത് ഇവളല്ല, ഞാൻ തന്നെയാണ്. അങ്ങനെ പറഞ്ഞ് വെല്ലുവിളിയുമായിട്ട് പ്രിയങ്ക അകത്തേക്ക് കയറി പോകുവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക പത്മിനിയും രാധികയായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ഇതെല്ലാം മറഞ്ഞു നിന്ന് കണ്ട് ആസ്വദിക്കുവാണ് കേട്ടോ കൽപ്പനയും ഉർവശിയൊക്കെ. അന്നേരം പിടിയും വരികൾക്കിടയിൽ പ്രിയങ്ക പത്മിനീനെ തള്ളുകയാണ് കേട്ടോ. കസേരയുടെ അങ്ങോട്ട് തെറിച്ച് വീണ പത്മിനിയെ കാണുന്നതും രാധിക ദേഷ്യം വന്ന് പ്രിയങ്കയുടെ കാരണത്തിട്ട് തന്നെ ഒന്ന് പൊട്ടിക്കുക. ഡി നീ എന്താടി കാണിച്ചത്? നീ എന്നെ തല്ലിയല്ലേടി, നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്ന് പറഞ്ഞ പ്രിയങ്ക അവിടെയുള്ളൊരു ഫോർക്ക് കയ്യിലെടുത്ത് രാധികയുടെ നേരെ കുത്താൻ വരുമായിരിക്കും. അന്നേരം രാധിക പ്രിയങ്കയുടെ കൈ തടഞ്ഞ് ആ ഫോർക്കുണ്ടല്ലോ അത് പ്രിയങ്കയുടെ കണ്ണിലേക്ക് തന്നെ കുത്താനായിട്ട് പിടിച്ച് തിരിച്ചിങ്ങനെ പ്രിയങ്കയെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ രാധികയുടെ ഭാവമാറ്റമൊക്കെ കണ്ട് പകച്ചു നിൽക്കുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്